കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഭാഷാപരമായ വ്യതിയാനങ്ങൾ, സ്ത്രീ എഴുത്തിന് ഭാഷാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്ക് മാത്രമായിട്ടുള്ളൊരു ഭാഷ ഉണ്ടായി, ഉരുത്തിരിഞ്ഞു എന്നൊക്കെയുള്ള ഒരു സംസാരങ്ങൾ പൊതുവെ നമ്മളെല്ലാവരും കേട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം, അതുപോലെ തന്നെ പെണ്ണെഴുത്തിലെ ലിംഗനീതി എങ്ങനെ നമുക്ക് നടപ്പാക്കാം? നമസ്കാരം. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് ഭാഷാപരമായിട്ടുള്ളതും, രണ്ട് പെണ്ണെഴുത്ത് എന്നുള്ളതിനകത്തുള്ള ഒരു ലിംഗനീതിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പെണ്ണെഴുത്ത് എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെണ്ണിൻ്റെ അവളുടെ വികാരങ്ങളെ, അവളുടെ അകനോവുകളെ, അവളുടെ വിഷമങ്ങളെയൊക്കെ തുറന്നെഴുതുമ്പോൾ, ഒരു സ്ത്രീ എഴുതുമ്പോൾ നാം അതിനെ പെണ്ണെഴുത്തെന്ന് പറയാറുണ്ട്. മറിച്ചൊരു ചോദ്യം ലിംഗനീതിയും കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. ആണിൻ്റെ വിഷമങ്ങളെ തുറന്നെഴുതുമ്പോൾ, അവൻ്റെ വൈദ്യമായ അനുഭവങ്ങൾ എഴുതുമ്പോൾ അതിനെ നാം ആണെഴുത്ത് എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു ചിത്രരചന എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആൺവരയും പെൺവരയും ഉണ്ടോ? അപ്പോൾ അത്തരം രീതിയിൽ ചിന്തിക്കുമ്പോൾ എഴുത്തിനെ നാം ലിംഗ അടിസ്ഥാനത്തിൽ വിഭാഗിക്കേണ്ടതായിട്ടോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്യൂർ സാഹിത്യത്തിൽ 42 കാറ്റഗറി ക്യൂർ ഉണ്ട് എന്നാണ് പറയുന്നത്, ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും നാം ജെൻഡർ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതി ഓരോന്നിനെ ഓരോ വിഭാഗമാക്കി വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിനോട് ചേർത്ത് നമുക്ക് കണ്ടെത്താവുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രയോഗത്തിലുള്ള സ്ത്രീപക്ഷ രചന എന്നുള്ള രീതിയിൽ നാം എല്ലാം ഉപയോഗിക്കുന്ന സ്ത്രീയുടെ വേദനകളെ, സ്ത്രീയുടെ ജീവിതത്തെ, സ്ത്രീകളുടെ വികാരങ്ങളെ ആണോ പെണ്ണോ പ്യൂറോ ആര് എഴുതിയാലും അതിനെ നാം സ്ത്രീപക്ഷ രചനകളായിട്ട് നാം കണക്കാക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ പറയാറുള്ള പെണ്ണെഴുത്ത് വിഭാഗത്തിൽ പെടുന്ന പല എഴുത്തുകാരും ഞങ്ങൾ പെണ്ണെഴുത്തുകാരല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഗ്രേസിയും ചന്ദ്രമതിയും ഒക്കെ. അപ്പോൾ ഗ്രേസി പറയുന്നൊരു കാര്യമുണ്ട്, പെണ്ണെഴുത്ത് എന്നുള്ളൊരു ആശയത്തോട് തന്നെ അവർ വിയോജിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കളത്തിലും ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പകരം മുഖ്യധാര എഴുത്തുകാരിൽ ഒരാളാണ് ഞാൻ എന്നറിയപ്പെടാനാണ് ഗ്രേസി ആഗ്രഹിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തോട് തന്നെ, ആ വാക്കിനോടല്ല, പകരം ഒരു വാക്ക് വെച്ചതുകൊണ്ട് കെട്ടിടങ്ങില്ല എന്ന് തന്നെയാണ് ചന്ദ്രമതി പറയുന്നത്. ആശയത്തോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് നമ്മളുടെ ചന്ദ്രമതി എന്ന് പറയുന്ന എഴുത്തുകാരി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന പെണ്ണെഴുത്ത് എന്നുള്ള പറയുന്ന ഒരു പ്രയോഗം ഒരു മാർജിനലൈസേഷൻ്റെ, ഒരു അരികിലേക്ക് സ്ത്രീകളെ മാറ്റാൻ വേണ്ടി ഒരുക്കുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് പോലും അവർ പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഒരു കഥയുണ്ട്, ഭാഷാ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ. ആ കഥയിൽ ഇതുമായി ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രമേയമാണ്. അപ്പോൾ ഇത്തരം രീതിയിൽ ചെന്ന് ചോദിക്കുമ്പോൾ കഥാപാത്രത്തോട് ഇതിൻ്റെ തിയറിയൊക്കെ പഠിക്കുന്ന ഒരാൾ, സുഹൃത്ത് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഭാഷാപരമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, തിയറീസ് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ സ്ത്രീ എഴുതി മനഃപൂർവ്വം അത്തരം ഇതൊന്നും അറിയാത്ത സ്ത്രീയാണ്, ഇതൊന്നും അറിയാത്ത സ്ത്രീ എഴുതുന്നതിൽ നിന്ന് ഭാഷാപരമായ അത്തരം സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകട്ടെ. അതിനു പകരം സ്ത്രീ ഇന്ന ഭാഷയിൽ എഴുതിയേ മതിയാകൂ എന്ന് പറയുന്നത് ശരിയല്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ, വരുന്ന ഭാഷ എന്താണോ അതിലെഴുതൂ എന്നാണ് ചന്ദ്രമതി ആ കഥാപാത്രത്തിലൂടെ നമ്മളോട് സംവദിക്കുന്നത്. പിന്നെ ചന്ദ്രമതി ഇത്രയും കൂടി തീവ്രത കലർന്ന ഭാഷയിൽ പറയുന്നുണ്ട്. ഷിഹാബുദ്ദീൻ പൊയ്ത്തിൻ കടുവിൻ്റെ പോസ്റ്റ് മോഡേൺ ഉലക്ക എന്ന് പറഞ്ഞൊരു കഥയിലെ ഒരു വാക്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. സെന്റൻസ് ഇങ്ങനെയാണ്: ഇത്തിരി മുറിവേറ്റാലും വേണ്ടില്ല, വാൾപ്പയറ്റ് നടക്കുന്ന ഈ സ്ഥലം കടന്ന് എനിക്ക് അപ്പുറത്തേക്ക് പോയേ പറ്റൂ എന്ന് പെണ്ണെഴുത്തിന്റെ ലിംഗബോധ സമരക്കാരോട് ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത്തിരി മുറിവേറ്റാലും കുഴപ്പമില്ല, തുല്യത്തിന് തുല്യത, അപ്പോഴാണ് നീതി നടപ്പാക്കുന്നത് എന്നാണ് ചന്ദ്രമതിയുടെ ഒരു ചിന്ത നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ കാണുന്നതിനകത്ത് അങ്ങനെ ഒരു പെണ്ണെഴുത്തിന്റെ ഒരു സ്വഭാവം, സ്ത്രീകൾ എഴുതുന്ന പലതിനകത്തും കുറെ കോമൺ പാറ്റേൺസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അവിടെയാണ് ഇംഗ്ലീഷ് നോവലുകളെ ആസ്പദമാക്കിയിട്ട് ഒരു പുസ്തകമുണ്ട്, ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറഞ്ഞിട്ട്, ഷോവാൾട്ടറിന്റെ രചനയാണത്. ഒരുപാട് ഇംഗ്ലീഷ് നോവലുകൾ എടുത്തിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് പല രചനകളിലും സമാനമായിട്ടുള്ള ഒരു ഘടനാരൂപമുണ്ട്. ശരിയാണ്, നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഇത് ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ജീവശാസ്ത്രപരമായിട്ടോ ഉള്ളൊരു സംഭവമല്ല. കാരണം ഒരേ സാമൂഹ്യ തലത്തിൽ ചരിത്രപരമായ അടിച്ചമർത്തൽ ഏൽക്കപ്പെടുന്ന സ്ത്രീക്ക്, അത് നമ്മൾ നോക്കിയാൽ കേരളത്തിലായാലും ഇന്ത്യ മുഴുവൻ എടുത്താലും ഇംഗ്ലണ്ട് ആയാലും ഫ്രാൻസിലായാലും ഈ പുരുഷാധിപത്യം
പാട്രിയാർക്കിയും പുരുഷാധിപത്യവും ഒക്കെ സ്ത്രീകളെ എവിടെയും ചരിത്രപരമായി അടിച്ചു താത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ ജീവിച്ച് അത്തരം കുടുംബ വ്യവസ്ഥയിൽ ജീവിച്ച് വരുന്ന സ്ത്രീ എഴുതുന്നതിനകത്ത് ഒരു കോമൺ പാറ്റേൺ, ഒരു അവരുടെ ഉള്ളിൽ അറിയാതെ ഈ കൾച്ചറിനപ്പുറം, ഈ സംസ്കാരത്തിനപ്പുറം ഒരു ഉപസംസ്കാരം ഉടലെടുക്കുകയും അവരെഴുതുന്നതിനകത്തൊരു സോഷ്യൽ ഫെമിനിസം അത്തരം രീതിയിൽ ഒരേ രേഖയിൽ ഉണ്ടാകും. അതിന് ബയോളജിക്കലി യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഈ ഒരു എഴുത്തുകാരി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത് ഇപ്പൊ സ്ത്രീ ശരീരത്തെക്കുറിച്ച് സ്ത്രീ എഴുതുന്നത് പോലെ തന്നെ അത്രയ്ക്ക് ആത്മാർത്ഥയുടെ പക്ഷെ പുരുഷന് ഇതിൽ എത്തുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ചില സമയത്തൊന്നും ചില പുരുഷന്മാരെ എഴുതുന്നുണ്ടെന്ന്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ രണ്ടാമത്തെ സെഷനിലാണ് തോന്നുന്നു സ്ത്രീയുടെ ഉള്ളിലെ പുരുഷനെയും ആദ്യയുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഒരു ക്യൂർ കമ്മ്യൂണിറ്റി പെട്ടില്ലെങ്കിൽ പോലും മനഃശാസ്ത്രം പറയുന്നത് സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ ശരീരവും വ്യത്യസ്തമായിട്ട് ഇരിക്കെ തന്നെ സ്ത്രീ മനസ്സും പുരുഷ മനസ്സും വ്യത്യസ്തം തന്നെയാണ്. എങ്കിലും ഒരു സ്ത്രീയുടെ ഉള്ളില് ഒരു പുരുഷനും പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയും ഉണ്ട്. അതിനെയാണ് ആനിമസ് എന്നൊക്കെ സൈക്കോളജിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം പൂർണ്ണമായിട്ട് തന്നെ എഴുതാൻ കഴിയും എന്ന് സൈക്കോളജി പരമായിട്ട് നമുക്കതിനെ പറയാൻ കഴിയും. ഇനി മറുപക്ഷ ചിന്തയും ഉണ്ട് കേട്ടോ. അതായത് സ്ത്രീ എഴുതുന്ന കാര്യങ്ങൾ സ്ത്രീ എഴുതുന്ന അത്രത്തോളം ആത്മാർത്ഥമായിട്ടും പൂർണ്ണമായിട്ടും എഴുതാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നാണ് മാധവിക്കുട്ടിയും ഗ്രേസിയും അതുപോലെ സാറാ ജോസഫും ഒക്കെ എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ എത്രത്തോളം ദരിദ്രമായിരിക്കുമെന്ന് എൻ പ്രഭാകരൻ പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീരചനകൾ ആവശ്യമാണെങ്കിലും അതിന് സ്ത്രീരചന എന്ന് പറഞ്ഞ വിഭാഗീയതയുടെ ആവശ്യമില്ല എന്ന് ഗുപ്തൻ നായരും കൃഷ്ണൻ നായരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഇവിടെ ഗൗമയുടെ കാര്യം പറയുകയുണ്ട്, മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, സരസ്വതി അമ്മയുടെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഇത് എഴുതി ഒരു സ്ഥാനം നേടിയപ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു കളത്തിൽ നിന്നുകൊണ്ട് എഴുതുകയും അത്തരം രീതിയിലാണോ അവർക്ക് സ്ഥാനം ലഭിച്ചത്? ഒരിക്കലും അല്ല. അപ്പോൾ ആ എഴുത്തിന് പിന്നീടാണ് നമ്മൾ ആ രീതിയിലേക്ക് ആക്കി മാറ്റിയത്. അപ്പൊ അത്തരം രീതിയിൽ സ്ഥാനത്തിന്റെ അങ്ങനെ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് ആരെയും മാറ്റേണ്ട കാര്യമില്ല. സ്ത്രീ അവരുടെ എഴുത്തുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് എത്തിക്കോളും എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. പിന്നെ സ്ത്രീക്ക് മാത്രമായ ഭാഷയെ കുറിച്ചായിരുന്നു രണ്ടാമത്തെ ചോദ്യം. സ്ത്രീക്ക് എന്താ പറയുക, സ്ത്രീ ശരീരത്തെക്കുറിച്ച് അവരുടെ ആന്തരിക അനുഭവങ്ങളെ കുറിച്ചുമൊക്കെ അതുപോലെ എല്ലാ തീവ്രതയോടു കൂടി അവരുടെ വികാരങ്ങൾ ലൈംഗികത അടക്കമുള്ളതിനെ പൂർണ്ണമായിട്ട് സ്ത്രീക്ക് തന്നെയാണ് പറയാൻ പറ്റുക, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പുരുഷൻ സൃഷ്ടിച്ച സ്ത്രീയും സ്ത്രീ സൃഷ്ടിച്ച സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതും ശരിയായിരിക്കും. അതിന് വ്യത്യസ്തമായ ഒരു ഭാഷ വേണം എന്ന് ഈ പറഞ്ഞ ഷോവാട്ടറും സാൻഡ്ര ഗിൽബർട്ടും സൂസൻ ഗുബാറും ഒക്കെ ആവശ്യപ്പെടുമ്പോഴും സ്ത്രീക്ക് മാത്രമായ ഒരു ഭാഷ, സ്ത്രീ ഭാഷ തീർച്ചയായിട്ടും പുരുഷ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. എങ്കിലും സ്ത്രീക്ക് ഭാഷ അത്തരം രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മളായിട്ട് നിർമ്മിക്കേണ്ടതില്ല എന്നാണ് ജൂലിയ ക്രിസ്റ്റേവയുടെ ഒരു അഭിപ്രായം. അപ്പോൾ പെണ്ണെഴുത്തിന്റെ ഭാഷ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൽ രണ്ട് കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം എഴുത്തുകാരിയായ സാറാ ജോസഫിലേക്ക് വരുമ്പോൾ സാറാ ജോസഫ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീയെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കണം സ്ത്രീ ഭാഷ എന്നും, അതിനകത്ത് ഭാഷയിലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വാക്കുകളെയും ആശയങ്ങളെയും ബോധപൂർവം നമ്മളത് ഒഴിവാക്കണമെന്നും പുതിയ വാക്കുകൾ സൃഷ്ടിക്കാനാണ്. ഇപ്പൊ നമുക്കറിയാം ഏഷ്യ എന്നുള്ളൊരു വാക്കാണ്, ഇംഗ്ലീഷിൽ അതിന്റെ വാക്കുകളുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇതിനാണ് പദങ്ങളില്ല. അപ്പൊ അത്തരം രീതിയിൽ പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീക്ക് പറ്റണം. അത്തരം രീതിയിൽ വേണം പുതിയ ഭാഷ സൃഷ്ടിച്ചു കൊണ്ടുപോകാൻ. രണ്ടാമത്തത് ഭാഷയിലെ സ്ത്രീ വിരുദ്ധതയെ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് കഴിയണം. ഇപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ അവനവൻ എന്ന് പറയാറുണ്ട്. അത് അവൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്നെ പറയാൻ പറ്റുമ്പോൾ മാത്രമേ അത്തരം രീതിയിൽ ഭാഷയ്ക്ക് പ്രാധാന്യം വരികയുള്ളൂ എന്നാണ് പറയാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സുധീഷ് ചന്ദ്രൻ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പോൾ ദേഗേച്ചി പറഞ്ഞ പോലെ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ തുല്യ നീതിക്കുമൊക്കെ മുറവിളി കൂട്ടുന്നവരാണല്ലോ. 1990കളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഫെമിനിസം അല്ലെങ്കിൽ പെണ്ണെഴുത്തുകൾ എന്ന് പറയുന്ന പദം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത്
എന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് എന്നാണ്? പെണ്ണെഴുത്തുകൾ, ദളിത് എഴുത്തുകൾ, മാപ്പിള എഴുത്തുകൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വായനയെ അല്ലെങ്കിൽ എഴുത്തിനെ വർഗപരമായി വിഘടിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഡോക്ടർ ലയ ടീച്ചറോടാണ്. അതെ, അതേക്കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. അതായത് അത്തരം രീതിയിൽ എഴുത്തിൻ്റെ അകത്ത് നമുക്ക് വിഭാഗീയതയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അടിച്ചമർത്തപ്പെട്ട ഒരാളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, അതാണ് ഇക്വിറ്റി, ഇക്വാളിറ്റി, തുല്യതയും സമത്വവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ പെണ്ണെഴുത്തുന്നുള്ള ഒരു പ്രയോഗത്തിന് ഒരു കാരണം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, ഈ എഴുത്തുകളിലെല്ലാം കാണുന്ന സമാനതയാണ്. പക്ഷെ ആ സമാനത സ്ത്രീ ചരിത്രപരമായി അനുഭവിച്ച ചില അടിച്ചമർത്തലുകളിൽ ഒരേപോലെ ശബ്ദിച്ചു പോയതാണ്. ഇപ്പോൾ എവിടെയാണോ നീതി നടപ്പിലാക്കേണ്ടത്, വിഭാഗീയതയാണോ അല്ലാത്തതാണോ എന്നുള്ളതാണ്. അപ്പോൾ വെർജീനിയ വുൾഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷേക്സ്പിയർ ഒരു ആണായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം പാചകവും ചെയ്ത് തുണിയും കഴുകി അതിൻ്റെ അഴുക്കും കളഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ വെർജീനിയ വുൾഫ് പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു? റൂം ഫോർ വൺസ് ഓൺ അത് പറയുന്നത് സ്ത്രീക്ക് ഒരു മുറി വേണം എന്നാണ്, അതല്ലാതെ ഒരു ടാഗ് വേണം എന്നല്ല. അവിടെയാണ് സാറിന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം സ്ത്രീക്ക് എഴുതാൻ ഒരു മുറി വേണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ സ്വീകരിക്കുന്ന അവളുടെ എഴുത്തിന്റെ അകത്ത് കള്ളികൾ തിരിക്കലല്ല, ആ എഴുത്തിനവിടെ സ്വീകരണം ഉണ്ടായിരിക്കണം. അവളുടെ എഴുത്തുകാരിയുടെ എഴുത്തിനും എഴുത്തുകാരിക്കും സ്വീകാര്യത വേണം. അവൾ തുറന്ന് എഴുതുമ്പോൾ അത് പുരുഷൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് സമൂഹത്തോടുള്ള നീതിയും സമൂഹത്തെക്കുറിച്ച് എഴുതുന്നത്, സ്ത്രീ എഴുതുമ്പോൾ അവളുടെ സ്വഭാവദൂഷ്യമായിട്ട് കാണുന്ന ഒരു സമൂഹം മാറണം. സമൂഹം മാത്രമല്ല അവിടെ മാറേണ്ടത്, സ്ത്രീക്ക് എഴുതാനായിട്ട് സമയം കണ്ടെത്തേണ്ട ഒരു കുടുംബ വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. അപ്പൊ ഇത്തരം രീതിയിൽ ലിംഗനീതി നടപ്പിലാകുമ്പോൾ പെണ്ണെഴുത്തുന്നൊരു കള്ളിയിലേക്ക് പെടുത്തലോ അല്ലെങ്കിൽ ലിംഗനീതി എന്ന് പറയലില്ല, സാമൂഹ്യപരമായിട്ട് തന്നെ ആ നീതി സമൂഹനീതിയായിട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴാണോ ഒരു പെണ്ണ് എഴുതുമ്പോൾ അവളൊരു എഴുത്തുകാരിയായിട്ട് സ്വീകരിക്കുന്നത്, എപ്പോഴാണോ അവളുടെ എഴുത്തുകളെ ഒരു സ്റ്റാൻഡേർഡുള്ളൊരു എഴുത്ത് എന്നുള്ള രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്, എപ്പോഴാണോ അകത്തളങ്ങളിൽ അവൾക്ക് എഴുതാനായിട്ട് സമയം കണ്ടെത്തുന്നതിനെ ജനം അല്ലെങ്കിൽ കുടുംബം കുറ്റപ്പെടുത്താതിരിക്കുന്നത്, എപ്പോഴാണോ അവളുടെ അകനോവുകളെ കുറിച്ച് എഴുതുമ്പോൾ ഇത് സമൂഹം കൽപ്പിച്ച മൂല്യബോധത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുന്നത്, എപ്പോഴാണ് ഒരു സ്ത്രീ എഴുതി ഉയർന്നു വരുമ്പോൾ അവളെ പിടിച്ച് താഴേക്ക് വലിച്ചിടുന്ന രീതി സമൂഹത്തിൽ മാറുന്നത്, എപ്പോഴാണ് ഒരു സ്ത്രീ തുറന്നെഴുതുമ്പോൾ അവൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തി അവളെ വലിച്ചിടാതിരിക്കുന്നത്, അപ്പോഴൊക്കെയാണ് ഇവിടെ ലിംഗനീതി പാലിക്കപ്പെടുന്നത്. അതല്ലാതെ പെണ്ണെഴുത്തുന്നുള്ള ഒരു പദത്തിലല്ല, പെണ്ണെഴുതുന്ന കാര്യത്തിനോട് സമൂഹവും കുടുംബവും വ്യക്തികളും നീതി പുലർത്തുമ്പോഴാണ് യഥാർത്ഥ ലിംഗനീതി പാലിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.